Hi friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിഡിലൻ സാൻഡ്വിച്ച് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഞാൻ കണ്ടൊരു സംഭവം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് നിങ്ങൾക്കും ഇതുപോലെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ച് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 200-250 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ചിക്കൻ, കുറച്ച് മഞ്ഞളും കുരുമുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് വേവിച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കാബേജ് ഒരു 3-4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കക്കിരി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ഈ ചേർക്കുന്നത് പോലെ വെജിറ്റബിൾസ് കൃത്യമായിട്ട് ചേർക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടമില്ലാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കുരുവും വെള്ളവും ഒക്കെ കളഞ്ഞിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കുറച്ചായിട്ട് മയോണൈസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നോക്കിയിട്ട് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചേർത്തിട്ടുള്ള ചിക്കനിലും വെജിറ്റബിൾസും ഒക്കെ മിക്സ് ആകുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കിട്ടാൻ മാത്രമുള്ള മയോണൈസ് മതി. അപ്പോൾ ഒരുപാട് വേണ്ട കേട്ടോ. അതുപോലെ തന്നെ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, കാരണം എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ അഥവാ അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ വീഡിയോ ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഓവർ ക്രീമി ആയിട്ട് എടുക്കണ്ട. ഞാൻ ഇപ്പോൾ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ മയോണൈസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ ഉണക്കമുളക് ഞാനൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. അടുത്തത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണേ. അടുത്തത് നമ്മൾ ഫില്ലിങ്ങിൽ റെഡിയാക്കിയതിന് ശേഷം ബാക്കിയുള്ള മയോണൈസ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പിങ്ക് സോസ് റെഡിയായി കിട്ടും. നമുക്ക് സാൻഡ്വിച്ചിൽ ബ്രെഡിൽ പുരട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പിങ്ക് സോസാണ് കേട്ടോ. ഇതൊരു നല്ലൊരു ലൈറ്റ് പിങ്ക് കളറിലാണ് ഉണ്ടാകുക. അഥവാ നിങ്ങൾക്ക് കെച്ചപ്പ് ഇടാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് റെഡിയാക്കുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ആ ഒരു കളറ് കിട്ടിക്കോളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല, ലൈറ്റ് ഒരു പിങ്ക് കളറായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അടുത്തത് നമുക്ക് സാൻഡ്വിച്ച് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 3 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പിങ്ക് സോസ് ഉണ്ടല്ലോ, അത് കുറച്ച് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത സ്ലൈസ് ബ്രെഡിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പിങ്ക് സോസ് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്ര ആയതിനു ശേഷം നമുക്കിതെങ്ങനെയാണ് പാനിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറാണ് കേട്ടോ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക സാൻഡ്വിച്ചിന്. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഗീ ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ ബട്ടർ മെൽട്ടായതിനു ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കി എടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പാൻ്റെ ഒരു സൈഡിലാണ് ഈ ഒരു സാൻഡ്വിച്ച് വെച്ചിട്ടുള്ളത്, അതൊന്ന് ശ്രദ്ധിക്കണം. എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അടുത്തത് പാൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ പീസ് ബട്ടർ ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ബുൾസേ റെഡിയാക്കി എടുക്കണം ഈ സാൻഡ്വിച്ചിൽ വെക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെപ്പറേറ്റ് വേറൊരു പാനിൽ ചെയ്യാനോ താല്പര്യമാണെങ്കിൽ ബുൾസേ വേറെ തന്നെ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ 2 പാനിൽ ചെയ്യേണ്ട ഒന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് 2 സൈഡിലാക്കി വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത് സാൻഡ്വിച്ചിൽ വെക്കുന്ന സമയത്ത്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കരിയാതെ ശ്രദ്ധിക്കണം, ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. നമ്മൾ രണ്ടും നന്നായിട്ട് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ബുൾസേ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്, അതും ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബുൾസയുടെ 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് ഇതുപോലെ മിഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ബുൾസേ റെഡിയാക്കുന്നവരെയാണ് സൈഡിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ.
ഇനി അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പിങ്ക് സോസ് ബ്രെഡിൽ ഇതുപോലെ നന്നായിട്ട് പുരട്ടിയതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു സ്ലൈസ് ബ്രെഡിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടർ ഇതുപോലെ കത്തിയിലോ സ്പൂണിലോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ ഗീ എടുത്താലും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ബട്ടറാണ് സാൻഡ്വിച്ചിന് പെർഫെക്റ്റ് ടേസ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ അടിഭാഗമൊക്കെ കണ്ടില്ല, നല്ല കരിയാതെ നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ എടുക്കുക. ഞാൻ ഇത്ര സമയം ഫ്ലെയിം കൂട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ, ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്ലൈസ് ചീസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. സാൻഡ്വിച്ച് ചീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ ചീസ് വെച്ച് കൊടുത്താൽ മതി, താല്പര്യം ഇല്ലെങ്കിൽ ഒട്ടും നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷെ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അടുത്തത് നമുക്ക് ഒരു 1-2 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് ചീസ് ഒന്ന് മെൽട്ടാവുന്ന സമയം മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചീസൊക്കെ കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, സൈഡൊക്കെ നന്നായിട്ട് മോരിന് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഇതിൻ്റെ ഉള്ളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു പിസ്സ കട്ടറോ കത്തി എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിട്ട് ക്രീമി ആയിട്ട് ഇരിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്, വെറുതെ പറയല്ല. എന്തായാലും ഈ ഒരു ഇഫ്താറിന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനുള്ള കാര്യം മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്. അപ്പോൾ ഈ ഒരു പോർഷനാണ് കേട്ടോ ഞാൻ നേരത്തെ നിങ്ങൾ എന്തായാലും കാണണമെന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. ഞാൻ ഇതുപോലെ സാൻഡ്വിച്ച് കൊടുത്തതിന് ശേഷം ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ കണ്ടോളെ. ഇപ്പം കണ്ടില്ലേ, ഞാൻ മുട്ട ഒഴിച്ചു കൊടുത്ത്, പക്ഷെ 2 മുട്ടയുടെ മഞ്ഞയാണ് എനിക്ക് ഈ ഒരു മുട്ടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്തോ ഒരു അത്ഭുതമായിട്ടാണ് കേട്ടോ തോന്നിയിട്ടില്ല. ഞാൻ കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. എന്തായാലും ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് ഞാൻ ലാസ്റ്റ് സെപ്പറേറ്റ് കൊടുത്തത്. ഞാനപ്പോൾ തന്നെ പേടിച്ചിട്ട് ഇത് കളഞ്ഞു കേട്ടോ. പക്ഷേ ജമ്മു പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അത് പേടിക്കൊന്നും വേണ്ട, സാധാരണ അങ്ങനെ നോർമലി ഉള്ള കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട്, എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് ജസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.